നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് സൗരയൂഥത്തിനെ കുറിച്ചുള്ള ചില വിവരണങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൗരയൂഥത്തിൻ്റെ ഒരു ദൃശ്യമാണ്. സൗരയൂഥം എന്നാൽ എന്താണ്? അതെങ്ങനെയാണ്? സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റ് പല വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. എന്നാൽ സൗരയൂഥത്തിൻ്റെ കേന്ദ്രബിന്ദു സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങൾ നിറഞ്ഞ അഗ്നിഗോളമാണ് സൂര്യൻ. സൗരയൂഥത്തിന് മുഴുവൻ ഊർജം പകരുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടത്തിൽ മധ്യത്തിൽ കാണുന്നത് സൂര്യനാണ്. സൂര്യനോട് അടുത്തതായി കാണുന്ന ഗ്രഹമാണ് ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധൻ. ബുധൻ്റെ വ്യാസം 4878 കിലോമീറ്ററാണ്. ഉപഗ്രഹങ്ങൾ ഒന്നുമില്ല. ഭ്രമണ കാലഘട്ടം 59 ഭൗമ ദിനങ്ങളാണ്. സൂര്യനിൽ നിന്നുള്ള ദൂരം 57.91 മില്യൺ കിലോമീറ്ററാണ്. ബുധനിൽ ഇറങ്ങിയ ഒരേ ഒരു ബഹിരാകാശ പേടകമാണ് മാരിനർ 10. 1974 മാർച്ച് മാസം 29 US നിന്നും വിക്ഷേപിച്ചതാണ് അത്. ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. സൗരയൂഥത്തിലെ പ്രകാശമേറിയതും ചൂട് കൂടിയതുമായ ഗ്രഹമാണ് ശുക്രൻ. ഭൂമധ്യരേഖയിലെ വ്യാസം 12104 കിലോമീറ്ററാണ്. സൂര്യനിൽ നിന്നുള്ള ദൂരം 108.2 മില്യൺ കിലോമീറ്ററാണ്. പരിക്രമണ കാലഘട്ടം 225 ഭൗമദിനങ്ങളാണ്. ഭ്രമണ കാലഘട്ടം 243 ഭൗമ ദിനങ്ങളുമാണ്. ഇതിന് ഉപഗ്രഹങ്ങൾ ഒന്നും ഇല്ല. അടുത്തത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് നാം വസിക്കുന്ന നമ്മുടെ ഭൂമി. ജീവൻ്റെ നിലനിൽപ്പുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്ന നമ്മുടെ ഭൂമിയുടെ സൂര്യനിൽ നിന്നുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഭൂമധ്യരേഖയിലെ വ്യാസം 12756.32 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള ദൂരം 227.9 മില്യൺ കിലോമീറ്ററാണ്. മധ്യരേഖയിലെ വ്യാസം 6796 കിലോമീറ്ററാണ്. ഭ്രമണ കാലഘട്ടം 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. പരിക്രമണ കാലഘട്ടം 687 ഭൗമ ദിനങ്ങളാണ്. ഉപഗ്രഹങ്ങൾ 2 ആണ്. അടുത്ത ഗ്രഹം വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൂര്യനിൽ നിന്നുള്ള ദൂരം 778.4 മില്യൺ കിലോമീറ്ററാണ്. മധ്യരേഖയിലെ വ്യാസം 1,42,984 കിലോമീറ്ററാണ്. പരിക്രമണ കാലഘട്ടം 12 ഭൗമവർഷങ്ങളാണ്. ഭ്രമണ കാലഘട്ടം 9 മണിക്കൂറും 55 മിനിറ്റുമാണ്. ഉപഗ്രഹങ്ങൾ 67 ഉണ്ട്. അടുത്ത ഗ്രഹം ശനിയാണ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 6-ാം സ്ഥാനത്തും വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തും നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ശനിക്ക് 33 ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനിൽ നിന്നുള്ള ദൂരം 1429.4 മില്യൺ കിലോമീറ്ററാണ്. മധ്യരേഖയിലെ വ്യാസം 1,20,536 കിലോമീറ്ററാണ്. പരിക്രമണ കാലഘട്ടം ഏകദേശം 29.5 ഭൗമ ദിനങ്ങളാണ്. ഭ്രമണ കാലഘട്ടം 10 മണിക്കൂർ 39 മിനിറ്റാണ്. ഉപഗ്രഹങ്ങൾ 33. അടുത്ത ഗ്രഹമാണ് യുറാനസ്. യുറാനസ് വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. വ്യാസം 51,000 കിലോമീറ്ററാണ്. പരിക്രമണ കാലഘട്ടം 84 ഭൗമ വർഷങ്ങളാണ്. ഭ്രമണ കാലഘട്ടം 17 മണിക്കൂറും 8 മിനിറ്റുമാണ്. ഉപഗ്രഹങ്ങൾ 127.
ഇനി അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണാണ്. സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലത്തിലുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഉപഗ്രഹങ്ങൾ 8. ഭ്രമണ കാലഘട്ടം 16 മണിക്കൂറും 7 മിനിറ്റുമാണ്. പരിക്രമണ കാലഘട്ടം 165 ഭൗമവർഷങ്ങളാണ്. ഇതൊക്കെയാണ് സൗരയൂഥത്തെക്കുറിച്ചുള്ള ഏതാനും വിവരങ്ങൾ.